ഹായ് മക്കളെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കുരു പറ്റിച്ചെടുത്തുന്ന ഒരു കറിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചക്കക്കുരു കുറച്ച് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ഇതേ കളഞ്ഞിട്ടുള്ളൂ. അതായത് ഈ ചവരി ഞാൻ കളഞ്ഞിട്ടില്ല. അത് നമുക്ക് ഗുണമുള്ളതായതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഉണക്കമുളക്, ചുവന്നുള്ളി ചതച്ച് വെച്ചിരിക്കുവാണ്. അത് നമ്മളിട്ട് കടുക് വറുത്തെടുക്കും നമ്മളിത്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കാം. ചക്കക്കുരു തേങ്ങാക്കൊത്തും നമ്മൾ ചക്കക്കുരു ഇട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് 2 പച്ചമുളക് ഇട്ട് 2 വെളുത്തുള്ളി ഇട്ട് പിന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് കുറച്ച് ഉപ്പ് മതി. ഒലത്താനായതുകൊണ്ട് ഒരുപാട് ചാറില്ലാത്തതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇപ്പോൾ ഇടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇത് നമ്മൾ വേവിക്കാൻ വയ്ക്കുവാണ്. നമ്മൾ ചക്കക്കുരു കുക്കറിനകത്ത് വേവിക്കാൻ വയ്ക്കുവാണ്. ഇനി ഇത് ഒരു 2 വിസിൽ വരണം. എന്നിട്ടാണ് നമ്മളിത് തുറന്ന് കടുക് വറുത്ത് പറ്റിച്ച് ഉലത്തുള്ളൂ. നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കടുക് വറുത്ത് ഇടാൻ പോവാണ്. ചക്കക്കുരും തേങ്ങാക്കൊത്തും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മളിവിടെ ചട്ടി വെച്ചു. ചക്കക്കുരു കടുക് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ടു. ഇതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉണക്കമുളക്, ചുവന്നുള്ളി ഇത്രയും സാധനം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കൂട്ടം നന്നായിട്ടൊന്ന് ചുവന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചക്കക്കുരു തേങ്ങാക്കൊത്ത് വേവിച്ചതും ഇടുകയാണ്. ഇത് നമ്മുടെ വറ നല്ലതുപോലെ ചുമന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച തേങ്ങാക്കൊത്തും ചക്കക്കുരു ഇട്ട് കൊടുക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം.
ഇതൊന്ന് ആവി വെക്കണം. ഇതൊന്ന് ഓക്കെ. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പം ഞാൻ ഈ ചതച്ച് വെച്ച മുളക് പൊടിയുടെ കൂടെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം ഇടാവുള്ളൂ. തേങ്ങാക്കൊത്തും ചക്കക്കുരു നന്നായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. ഇത് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചക്കക്കുരു തോരൻ, അതായത് ചക്കക്കുരും തേങ്ങാക്കൊത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.